അറേബ്യൻ മണലാരണ്യത്തിലെ രാഷ്ട്രീയ കാറ്റുകൾക്ക് ഇപ്പോൾ മാറ്റത്തിൻ്റെ ഗന്ധമാണ്. പതിറ്റാണ്ടുകളായി റിയാദിലെ ഭരണകൂടം നിശ്ചയിക്കുന്ന താളത്തിനൊത്ത് ചുവടുവച്ചിരുന്ന ഗൾഫ് രാഷ്ട്രീയം ഇന്നൊരു പുതിയ വഴിത്തിരിവിലാണ്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ എണ്ണ കൂട്ടായ്മയായ ഒപെക്കിൽ നിന്ന് 59 വർഷത്തെ നീണ്ട ബന്ധം അവസാനിപ്പിച്ച് UAE പുറത്തു പോകുമ്പോൾ അത് കേവലം ഒരു സാമ്പത്തിക പിന്മാറ്റം മാത്രമല്ല, മറിച്ച് പശ്ചിമേഷ്യയുടെ അധികാര കേന്ദ്രങ്ങളിൽ സംഭവിക്കുന്ന വലിയൊരു ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രമാണ് അബുദാബി എന്ന് ലോകത്തിന് നൽകുന്ന പരസ്യമായ പ്രഖ്യാപനമാണ്. സൗദി അറേബ്യയുടെ നിഴലിൽ നിന്ന് മാറി സ്വന്തമായൊരു രാഷ്ട്രീയ അസ്തിത്വവും തന്ത്രപരമായ കരുനീക്കവും ലക്ഷ്യമിടുന്ന UAEയുടെ ഈ പടപ്പുറപ്പാട് ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. എണ്ണ വിപണിയിലെ തർക്കങ്ങൾക്കപ്പുറം UAEയെ പ്രകോപിപ്പിച്ചത് തങ്ങളുടെ സുരക്ഷാ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ അടുത്ത സുഹൃത്തുക്കൾ എന്ന് കരുതിയവർ കാണിച്ച നിസ്സംഗതയാണ്. ഇറാൻ തൊടുത്തുവിട്ട ഡ്രോണുകൾക്കും മിസൈലുകൾക്കും മുന്നിൽ അബുദാബിയും ദുബായിയുമൊക്കെ വിറങ്ങലിച്ച് നിന്നപ്പോൾ തങ്ങളുടെ വിശ്വസ്ത പങ്കാളിയായ സൗദി അറേബ്യയും പാകിസ്ഥാനും സ്വീകരിച്ച നിലപാടുകൾ UAEയെ ഞെട്ടിച്ചു. UAEയുടെ ആകാശത്ത് ശത്രുവിൻ്റെ മിസൈലുകൾ പറക്കുമ്പോൾ മേഖലയിലെ സമാധാനത്തിന് വേണ്ടി മധ്യസ്ഥൻ്റെ റോളിൽ തിളങ്ങാനായിരുന്നു ഇസ്ലാമാബാദിന് താൽപ്പര്യം. അമേരിക്കയാകട്ടെ തന്ത്രപരമായ പിന്മാറ്റത്തിലൂടെ തങ്ങളുടെ കൈ കഴുകുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ സുരക്ഷയും സാമ്പത്തിക ഭാവിയും ഇനി മറ്റൊരാളുടെയും ദയയ്ക്ക് വിട്ടുകൊടുക്കാനാവില്ലെന്ന കടുത്ത തീരുമാനത്തിലേക്ക് UAE ഭരണകൂടം എത്തിയത്. ഒപെക്കിൽ നിന്നുള്ള പിന്മാറ്റം UAEക്ക് നൽകുന്നത് വലിയ സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. എണ്ണ ഉൽപ്പാദനത്തിൽ സൗദി അറേബ്യ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ UAEയുടെ വികസന സ്വപ്നങ്ങൾക്ക് തടസ്സമായിരിക്കുകയായിരുന്നു. പ്രതിദിനം ലക്ഷക്കണക്കിന് ബാരൽ എണ്ണ അധികമായി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ടായിട്ടും സൗദിയുടെ നേതൃത്വത്തിലുള്ള ഒപെക് കോട്ടകൾ അതിന് അനുവദിച്ചിരുന്നില്ല. സ്വന്തം വിഭവങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തി ആഗോള ഊർജ്ജ വിപണിയിൽ ഒന്നാമനാകാനുള്ള അബുദാബിയുടെ ആഗ്രഹം റിയാദിൻ്റെ നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയായിരുന്നു. ഒപെക്കിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പിളർപ്പായി ഇതിനെ വിശേഷിപ്പിക്കാം. സൗദിയുടെ കടുംപിടുത്തങ്ങളിൽ നിന്ന് മോചിതരായ UAEക്ക് ഇനി സ്വന്തം ഇഷ്ടപ്രകാരം വിപണിയിൽ ഇടപെടാനും വില നിശ്ചയിക്കാനും സാധിക്കും. ഇത് ആഗോള വിപണിയിൽ എണ്ണവിലയിൽ വലിയ മാറ്റങ്ങൾക്കും കാരണമായേക്കാം. ഈ മാറ്റങ്ങളുടെ പിന്നിലെ മറ്റൊരു പ്രധാന ഘടകം സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന പ്രതിരോധ ബന്ധമാണ്. 2025 ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച രഹസ്യ പ്രതിരോധ കരാർ UAEയെ ഏറെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ആണവായുധ ശേഷിയുള്ള ഏക മുസ്ലിം രാജ്യമായ പാകിസ്ഥാൻ സൗദിയുടെ സുരക്ഷാ കവചമായി മാറുന്നത് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥ തെറ്റിക്കുമെന്ന് അബുദാബി ഭയപ്പെടുന്നു. ഇറാനുമായുള്ള സംഘർഷത്തിൽ പാകിസ്ഥാൻ സൗദിയുടെ പക്ഷം ചേരുമ്പോൾ തങ്ങളെ അവഗണിക്കുന്നതായാണ് UAEക്ക് തോന്നുന്നത്. ഇതിനുള്ള മറുപടി എന്നോണം പാകിസ്ഥാന് നൽകിയിരുന്ന $3.5 ബില്യൺ വായ്പ പെട്ടെന്ന് തിരികെ ആവശ്യപ്പെട്ടുകൊണ്ട് UAE തങ്ങളുടെ സാമ്പത്തിക കരുത്ത് കാട്ടി. ഇസ്ലാമാബാദിനെ സഹായിക്കാൻ റിയാദ് രംഗത്തെത്തിയത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള അവിശുദ്ധ സഖ്യത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നു. യമനിലെയും സുഡാനിലെയും ആഭ്യന്തര യുദ്ധങ്ങൾ സൗദിയും UAEയും തമ്മിലുള്ള വിള്ളൽ വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ഒരേ ശത്രുവിനെതിരെ ഒരേ പാളയത്തിൽ നിന്ന് യുദ്ധം തുടങ്ങിയവരായിരുന്നു ഇവർ. എന്നാൽ കാലക്രമത്തിൽ ലക്ഷ്യങ്ങൾ മാറി. യമനിൽ സൗദി അറേബ്യ ഒരു കേന്ദ്രീകൃത ഭരണകൂടത്തിനായി നിലകൊണ്ടപ്പോൾ UAE തെക്കൻ യമനിലെ വിഘടനവാദികളെ പിന്തുണച്ചു. ചെങ്കടൽ തുറമുഖങ്ങളുടെ നിയന്ത്രണം ആർക്ക് എന്നതിനെ ചൊല്ലിയുള്ള തർക്കം ഈ രണ്ട് ഗൾഫ് സഹോദരങ്ങൾക്കിടയിൽ വലിയ ശത്രുതയ്ക്ക് വഴിവെച്ചു. സുഡാനിലും സമാനമായ അവസ്ഥയാണ്. സുഡാനിലെ ഔദ്യോഗിക സൈന്യത്തെ സൗദി പിന്തുണയ്ക്കുമ്പോൾ പാരാമിലിറ്ററി വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിനൊപ്പമാണ് UAE. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ തങ്ങളുടെ സ്വാധീനമുറപ്പിക്കാൻ രണ്ട് രാജ്യങ്ങളും നടത്തുന്ന ഈ പ്രോക്സി യുദ്ധങ്ങൾ ഗൾഫ് രാഷ്ട്രീയത്തിൻ്റെ നിറം കെടുത്തുന്നതാണ്. ഈ രാഷ്ട്രീയ നാടകങ്ങൾക്കിടയിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം UAEയുമായുള്ള ബന്ധം അതീവ പ്രധാനമാണ്. സൗദി, പാകിസ്ഥാൻ, തുർക്കി അച്ചുതണ്ട് രൂപപ്പെടുമ്പോൾ ഇന്ത്യയെ തങ്ങളുടെ ഏറ്റവും വിശ്വസ്തരായ തന്ത്രപ്രധാന പങ്കാളിയായാണ് UAE കാണുന്നത്. ഭീകരവാദത്തോടും മതമൗലികവാദത്തോടും ഇന്ത്യ സ്വീകരിക്കുന്ന കർക്കശമായ നിലപാട് UAEയുടെ പുതിയ നയങ്ങളുമായി ചേർന്ന് പോകുന്നു. എണ്ണ വിപണിയിൽ ഇന്ത്യയെ പോലെയൊരു വലിയ ഉപഭോക്താവ് കൂടെയുള്ളത് ഒപെക്കിന് പുറത്തുള്ള UAEയുടെ യാത്രയ്ക്ക് കരുത്താകും. പാകിസ്ഥാനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് UAE നൽകുന്ന പിന്തുണ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസത്തിൻ്റെ തെളിവാണ്. സാങ്കേതികവിദ്യ, പ്രതിരോധം, ബഹിരാകാശ ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും UAEയും കൈകോർക്കുന്നത് ഗൾഫ് മേഖലയിലെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളുടെ സൂചനയാണ്. ഗൾഫ് രാഷ്ട്രീയത്തിലെ ഈ വടംവലി ലോകശക്തികളായ അമേരിക്കയെയും ചൈനയെയും റഷ്യയെയും ഒരുപോലെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ദശാബ്ദങ്ങളായി പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചിരുന്നത് സൗദിയും UAEയും ചേർന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ UAE തങ്ങളുടെ സ്വന്തം താൽപ്പര്യങ്ങൾക്കായി റഷ്യയുമായും ചൈനയുമായും കൂടുതൽ അടുക്കുന്നത് വാഷിംഗ്ടണിൽ ആശങ്കയുണ്ടാക്കുന്നു.
അമേരിക്കൻ ആയുധങ്ങളെക്കാൾ കൂടുതൽ തങ്ങളുടെ ആകാശത്തെ കാക്കാൻ ചൈനീസ് നിർമ്മിത സംവിധാനങ്ങൾ UAE ഉപയോഗിക്കാൻ തുടങ്ങിയത് വലിയൊരു മാറ്റമാണ്. വാഷിംഗ്ടണിൻ്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഇനി ഗൾഫിൽ നടപ്പിലാകില്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ UAE നൽകുന്നത്. ചുരുക്കത്തിൽ സൗദി അറേബ്യയുടെ നിഴലിൽ ഒതുങ്ങിക്കൂടാൻ UAE ഇനി തയ്യാറല്ല. എണ്ണ ഉൽപ്പാദനം മുതൽ പ്രാദേശിക സംഘർഷങ്ങൾ വരെ എല്ലാ കാര്യങ്ങളിലും സ്വന്തമായ നിലപാടുകൾ എടുക്കുന്ന ഒരു സ്വതന്ത്ര ശക്തിയായി മാറാനാണ് അബുദാബി ശ്രമിക്കുന്നത്. ഈ മാറ്റം ഗൾഫ് സഹകരണ കൗൺസിലിൻ്റെ അതായത് GCCയുടെ ഭാവി തന്നെ ചോദ്യചിഹ്നമാക്കുന്നുണ്ട്. പാകിസ്ഥാനെയും സൗദിയെയും സാമ്പത്തികമായും നയതന്ത്രപരമായും നേരിടാൻ UAE പുറത്തെടുത്ത വജ്രായുധങ്ങൾ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടുമെന്നുറപ്പാണ്. 59 വർഷത്തെ ഊഷ്മളമായ ബന്ധം അവസാനിപ്പിക്കുമ്പോൾ അതൊരു തകർച്ചയല്ല, മറിച്ച് പുതിയൊരു യുഗത്തിൻ്റെ പിറവിയാണ്. ഈ മാറ്റങ്ങൾ ഇന്ത്യയെപ്പോലെയുള്ള രാജ്യങ്ങൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകുമ്പോൾ പരമ്പരാഗത അധികാര കേന്ദ്രങ്ങൾക്ക് അത് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വരും നാളുകളിൽ ഗൾഫ് രാഷ്ട്രീയം കൂടുതൽ സങ്കീർണവും ആവേശം നിറഞ്ഞതുമായ കരുനീക്കങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.